ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എല്ലാവരും പല പ്രതിസന്ധികളിലും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു കൈത്താങ്ങ് ഏവരും ആഗ്രഹിക്കുന്ന വിഷയമാണ്. നമ്മെ സഹായിപ്പാൻ, നമ്മെ ആ വളരെ വേദനകളുടെ നടുവിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പലപ്പോഴും നാം ആഗ്രഹിച്ചു എന്ന് വരാം. ഒരു വാക്കുകൊണ്ട് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു എങ്കിൽ ആ വേദനകളുടെ സാഹചര്യങ്ങളിൽ ഒത്തിരി ആശ്വാസം എനിക്ക് ലഭിക്കുമായിരുന്നു എന്ന് പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കുന്നവരാണ്. ആ വേദനകളുടെ നടുവിൽ പലരെയും നമ്മൾ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യവുമാണ്. മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്ക് ഈ നാളുകളിൽ ഒരുങ്ങുകയും കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപിക കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല സമ്മാനത്തിൻ്റെ ചിത്രം വരച്ച് നിങ്ങൾ കൊണ്ടുവരിക എന്ന് ആവശ്യപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ ആ പടങ്ങൾ പലതും വരച്ചു. ചിലർ വീട് വരച്ചു, ചിലർ നല്ല കളിപ്പാട്ടം വരച്ചു, ചിലർ പൂച്ചക്കുട്ടിയെ പോലെയുള്ള മറ്റ് കൗതുകമായ പല കാര്യങ്ങളും വരച്ചു. എന്നാൽ ഒരു കുട്ടി മാത്രം 2 കൈകളുടെ പടമാണ് വരച്ച് ടീച്ചർക്ക് കൊണ്ടു കൊടുത്തത്. ആ കൈയുടെ പടം വരച്ച കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, നിനക്ക് ഈ കൈകൾ മാത്രമാണോ ഇഷ്ടപ്പെട്ടത്? എന്താണ് നീ അങ്ങനെ വരച്ചത്? നീ വരച്ച കൈ ആരുടേതാണ്? അവൻ പറഞ്ഞു, ഇത് എൻ്റെ ടീച്ചറിൻ്റെ കൈകളാണ്. ഒരിക്കൽ നമ്മൾ ടൂറ് പോയപ്പോൾ കടലിൽ പോകാൻ പേടിച്ചു നിന്ന എനിക്ക് ധൈര്യം തന്നത് ആ ഓളങ്ങളിലേക്ക് എന്നെ പിടിച്ച് കൊണ്ടുപോയി എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഈ കൈകളാണ്. ഒരിക്കൽ ഞാൻ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ആ മൈതാനത്ത് ഞാൻ വീണില്ലേ, ഈ കൈകളാണ് അന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമ്മാനം ഈ കൈകളാണ്. പ്രിയപ്പെട്ടവർ ആരെന്ന ചോദ്യത്തിന് ഓരോരുത്തരും നൽകുന്ന ഉത്തരത്തിന് ചില സാമ്യങ്ങളുണ്ടായേക്കാം. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചവരോ അപ്രിയ സംഭവങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയവരോ ആകാം. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർഷങ്ങളോളം കൂടെ ഉണ്ടായാലും ഒരുപക്ഷെ അവരാരും ഈ പട്ടികയിൽ ഉൾപ്പെടണമെന്നില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയവരായിരിക്കാം അവർ. നമ്മുടെ ഓരോ ദിവസവും എത്രമാത്രം പ്രയോജനകരമായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാകും. ഒരു ചിരിയിലൂടെ എത്ര പേർക്ക് നമുക്കൊരു സന്തോഷം കൊടുക്കുവാൻ സാധിച്ചു? അസ്വസ്ഥരായ ആരോടെങ്കിലും എന്തു പറ്റിയെന്ന് ചോദിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കൈനീട്ടി യാചനയോടെ നിന്ന് ആരുടെയെങ്കിലും കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാൻ നമുക്ക് സാധിച്ചുവോ? നമ്മുടെയൊക്കെ ജോലി തിരക്കുകൾക്കിടയിലും നല്ലത് ചെയ്താൽ അവരെ അഭിനന്ദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ഇന്ന് എന്ന ദിവസത്തെ വിലയിരുത്താനാകും. സാമൂഹ്യ പരിഷ്കർത്താവാകാനോ ആൾക്കൂട്ടത്തിൽ വലിയ നായകനാകാനോ എല്ലാവർക്കും സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ ചില ജീവിതങ്ങളിലെങ്കിലും വഴിത്തിരിവുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കാനാകണം. അങ്ങനെയായാൽ അവരുടെ ജീവിതം വളരെ വളരെ സന്തോഷകരമായിരിക്കും. അതിനൊരായുസ് മുഴുവനും നാം നോക്കിയിരിക്കണമെന്നില്ല. ആവശ്യ നേരത്ത് ഒരു കൈത്താങ്ങായാൽ മാത്രം മതി എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്ക്
നല്ല ശമരിയാക്കാരനെ പോലെ, യേശു ക്രിസ്തു പഠിപ്പിച്ച ആ നല്ല ശമരിയാക്കാരനെ പോലെ ആവശ്യ സമയത്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി, ഉപകരിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.